കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ വീണ്ടും ഒരു ഗുരുതര പരാതി ഉയരുകയാണ്. കടുത്ത വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ 9 വയസ്സുകാരന് ഗ്യാസിന്റെ ഗുളിക മാത്രം നൽകി തിരിച്ചയച്ചു എന്നുള്ളതാണ് പരാതി. അതായത് മതിയായ ചികിത്സ നൽകിയില്ല എന്നതാണ്. പിന്നീട് ആ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് അപ്പൻഡൈറ്റിസ് കണ്ടെത്തി സർജറി ഉൾപ്പെടെ ചെയ്യേണ്ടതായി വന്നു എന്നാണ് കുടുംബം പറയുകയും ചെയ്യുന്നത്. കുട്ടി ഇപ്പോൾ കൊടുവള്ളിയിലെ ആശുപത്രിയിലാണ് ഉള്ളത്. തുടർന്ന് കുടുംബം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിനെതിരെയാണ്. 19 രാത്രി ഒരു 10:30 കൂടിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് എത്തിയത്. അത് അതികഠിനമായിട്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പോലും പറ്റാത്ത വേദനയായിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയത്. അന്ന് ചെന്നപ്പോൾ ഡ്യൂട്ടി ഡോക്ടറായിട്ടുള്ള 2 പേരാണ് അന്ന് ഉണ്ടായിരുന്ന മെഡിസിനിൽ. ഞങ്ങൾ പറഞ്ഞു ലൂസ് മോഷൻ ഉണ്ട്, ഛർദി ഉണ്ട്. അപ്പം ഞങ്ങളോട് ചോദിച്ചു എന്താണ് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ പറഞ്ഞു വീട്ടിലെ ഫുഡാണ് കഴിച്ചത്. അപ്പം ഞാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് CBC പോലത്തെ ഏതെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നെന്ന് പറഞ്ഞു. അത് വേണ്ട, അത് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചിരുന്നു അവരോട് അപ്പൻഡിസൈറ്റിസ് ആണോ, കുട്ടിക്ക് വയറുവേദന വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത വയറുവേദന. അപ്പോൾ പറഞ്ഞു അങ്ങനത്തെ ഒന്നുമല്ല, ഇത് ഗ്യാസിൻ്റെ തന്നെയാണ്. ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിക്ക് കുറയാത്തതിനെ തുടർന്ന് പിന്നീടും ആ ഡോക്ടറുടെ അടുത്ത് പോയി കിടത്തി നോക്കിയിട്ട് അവർ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കുട്ടീൻ്റെ പെനിസിന് നല്ല പെയിൻ ഉണ്ട്, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല, അത് കായൽ വീക്കം കൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതായിക്കോട്ടെ നമുക്ക് സ്കാനിങ് ചെയ്തിട്ട് റിപ്പോർട്ട് കാണിക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് നോ സിഗ്നിഫിക്കൻ്റ് കാണിച്ചിട്ടാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് വന്നത്. ഡോക്ടർ ചെയ്തത് എന്താണോ അതിൽ ഇതുണ്ടോ, മെഷീനിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നറിയില്ല. ഇങ്ങനെ ഇത്ര സീരിയസ് ആയ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കാണേണ്ടതാണ് റിപ്പോർട്ടിൽ. അതും കണ്ടില്ല. റിപ്പോർട്ട് കാണിച്ചപ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, കുട്ടിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടു, ഈ മരുന്ന് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ സെയിം മരുന്നുകൾ തന്നെ സൈക്ലോപാമായിട്ടുള്ള പെയിൻ കില്ലറും പാൻഡോപ്പും ഒരു ഗ്യാസിൻ്റെ ടോണിക്കായിട്ടാണ് ഞങ്ങൾക്ക് 3 എണ്ണം തന്നത്. 3 മണിക്ക് അവിടെ നിന്ന് പോന്ന് ഈ ഗുളിക നമ്മൾ 2 നേരം കൊടുത്ത് മാറാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നേരിട്ട് കുന്നമംഗലത്തുള്ള റിട്ടയർഡ് സർജറി ഡോക്ടർ വിജയകുമാർ സാറിനെ കാണിച്ചു. സാർ അപ്പം തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റാണ് ആദ്യം പറഞ്ഞത്, കുട്ടീനെ ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. സാർ അപ്പോഴേ പറഞ്ഞിരുന്നു ഞങ്ങളോട് അപ്പൻഡിസൈറ്റിസ് ആണ്, അത് കുറച്ച് ക്രിട്ടിക്കലാണ്, കുട്ടിക്ക് അത്ര മോശം കണ്ടീഷനാണെന്ന് പറഞ്ഞു. നോക്കിയപ്പം നമുക്ക് സാധാരണ നോർമൽ വരേണ്ട ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം കൂടെ അന്ന് വന്നത് ഒരുപാട് 16,400 ആയിട്ടുണ്ട് ഇൻഫെക്ഷൻ വന്നേക്കുന്നത്. അതുപോലെ RBC കൗണ്ട് വരെ എല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതൊന്നും അവർ നോക്കിയിട്ടില്ല. കുട്ടിക്ക് എമർജൻസി ആയിട്ട് സർജറി നടത്തണം, എത്രയോ 1 അവർ കൊണ്ട് നമ്മളോട് സർജറി നടത്തണം എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് വീഴ്ച വന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് തന്നെയാണ് ഈ അനാസ്ഥ വന്നത്. അതിൽ വന്ന പൈസകളൊക്കെ ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ അവൻ്റെ ജീവന് മാത്രം ഞങ്ങൾ വില കൊടുത്തത്. എന്നിട്ടാണ് അവിടെ കൊണ്ട് കാണിച്ച് സർജറി നടത്തിയത്. ഇനിയൊരു കുട്ടിക്ക് ഈ അവസ്ഥ വരരുത്. ഞങ്ങളുടെ കുട്ടി ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. അനാസ്ഥ വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടി വേണം, ഇനി ഇങ്ങനെ ഒന്നും ആവർത്തിക്കപ്പെടരുത് എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്.